ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ചയോടുകൂടി വരുന്ന പഞ്ചമി തിഥി. അവരുടെ പഞ്ചമിയും ഇന്നേ ദിവസം തന്നെയാണ് ആചരിക്കുന്നത്. മാത്രമല്ല വരാഹി ദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് പഞ്ചമി തിഥി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലും പ്രധാനമായും വളർപ്പിറ പഞ്ചമി തിഥിയിൽ വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. പലരും ഇപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ചിലർ പറയുന്നു വരാഹി ദേവിയെ വഴിപാട് ചെയ്യരുത് എന്ന്, മറ്റു ചിലർ പറയുന്നു വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കാമെന്ന്. ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നെല്ലാം നമ്മളോട് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഉത്തരമായിട്ട് പറയാം. നിങ്ങൾക്ക് വരാഹി ദേവിയിൽ പരിപൂർണമായി വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി അഥവാ എനിക്ക് വരാഹി ദേവിയെ വഴിപാട് ചെയ്യാൻ പേടിയാണ്, ഏതെങ്കിലും അപകടം വന്നു ചേരുമോ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരു ടെൻഷനാണ് എന്നെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്യേണ്ട. ദേവിയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും എല്ലാം തന്നെ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും. നിങ്ങൾ ലളിതാംബിക ദേവിയെ പ്രാർത്ഥിച്ചാൽ തന്നെ വരാഹി ദേവിയുടെ അനുഗ്രഹവും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം ലളിതാംബിക ദേവിയുടെ പടൈത്തലവിയാണ് വരാഹി ദേവി. അപ്പോൾ രാജ്ഞിയുടെ പ്രിയ മക്കളെ വരാഹി ദേവിയും ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്കിരിക്കാവുന്നതാണ്. ഇനി അഥവാ കാലങ്ങളായിട്ട്, അതായത് 2-3 വർഷങ്ങളായിട്ട് പഞ്ചമി തിഥിയിൽ ഞങ്ങൾ വീട്ടിൽ ദീപം തെളിയിക്കുന്നുണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ ഇന്ന് മുഴുവനായും പഞ്ചമി തിഥി ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം വീട്ടിൽ 5 ദീപമോ അല്ലെങ്കിൽ 1 ദീപമോ തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വരാഹി ദേവിക്ക് പ്രത്യേകമായ ഒരു മൺവിളക്കാണ് മാറ്റിവെക്കാനായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം നിങ്ങൾക്ക് ഇന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. ഇനി അഥവാ വരാഹി ദേവിയെ ഞങ്ങൾ വീടുകളിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല, മന്ത്രം മാത്രം ജപിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മതിയാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ മാറ്റിയെടുക്കുവാനായും നമുക്ക് ലഭിക്കേണ്ട ന്യായമായ ഏതൊരു കാര്യങ്ങളെയും നിറവേറ്റി തരുവാനും വരാഹി ദേവി വഴിപാടിലൂടെ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് പേർ കൊടുത്ത പണം തിരികെ ലഭിക്കാതെയും അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ പറ്റിച്ചു, നമുക്ക് പണം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, അല്ലെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് ണ്ടെങ്കിൽ അവർക്ക് വഴിപാട് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വളർപ്പിറ പഞ്ചമി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഉടനെ നിറവേറി കിട്ടണം എന്നുണ്ടെങ്കിൽ ദീപം തെളിയിച്ചോ ദീപം തെളിയിക്കാതെയോ ക്ഷേത്ര ദർശനം നടത്തിയോ ക്ഷേത്രത്തിൽ പോകാതെയോ തന്നെ ഞാൻ ഇവിടെ പറയുന്ന വരാഹി ദേവിയുടെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. വരാഹി ദേവിയുടെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് രാത്രി 12 മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും വരാഹി ദേവിയുടെ ഈ ഒരു ചെറിയ ഒറ്റവരി മന്ത്രം ചൊല്ലാവുന്നതാണ്. നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നതെല്ലാം തന്നെ പെട്ടെന്ന് ഫലം തരുന്നതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചൊല്ലാൻ സാധിക്കുന്നതുമായ മന്ത്രജപങ്ങളാണ്, അല്ലെങ്കിൽ ഒറ്റവരി മന്ത്രമാണ്. ഇതെല്ലാം നിങ്ങൾ തുടർച്ചയായി ചൊല്ലുന്ന സമയത്തോ അല്ലെങ്കിൽ പഞ്ചമി തിഥികളിൽ ചൊല്ലുന്ന സമയത്തോ നമ്മൾ ഇതുവരെയും നമ്മളെ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച കാര്യങ്ങളെ പോലും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കൈമേൽ ഫലം തരുന്ന ഒരു ഒറ്റവരി മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുളിച്ച് ശുദ്ധമായിരിക്കുന്ന സമയത്ത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ പൂജാമുറിയിൽ ഇരിക്കാതെയോ നമുക്ക് കിഴക്ക് ദിശ നോക്കി ഇരുന്നു കൊണ്ട് ഈ ഒരു ഒറ്റവരി മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി എത്ര തവണ ചൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാര്യം നിറവേറി കിട്ടണമെന്നാണോ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം ദേവിയോട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു അമ്മയോട് സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ അമ്മയായ വരാഹി ദേവിയോട് സംസാരിച്ചതിനു ശേഷം എനിക്ക് ഈ കാര്യങ്ങളെല്ലാം നിറവേറ്റി തരണം ദേവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ മന്ത്രം 108 പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇന്ന് പഞ്ചമി ആയതിനാൽ തന്നെ ഇന്ന് മുഴുവനായിട്ടും പഞ്ചമി തിഥി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള സമയം വരെയും ഈ ഒരു മന്ത്രം ജപിച്ച് കിടന്നുറങ്ങാവുന്നതാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോൾ നമുക്ക് മനസ്സിന് വിഷമം വരുന്നുവോ, എപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഉടനെ നിറവേറി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ ആ സമയത്ത് മനസ്സിൽ വരാഹി ദേവിയെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓം വജ്രകോശായ നമ എന്നുള്ള മന്ത്രം ജപിച്ചാൽ തന്നെ നമുക്ക് വരാഹി ദേവിയുടെ പരിപൂർണ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു നാമം ചൊല്ലിയതിനു ശേഷം. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പണം കടമായി വാങ്ങിയവർ തിരികെ തരുന്നില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന
ചോദിക്കുന്ന സമയത്ത് ആ പണം വാങ്ങിയവർ തന്നെ നേരിട്ട് വന്ന് അവർക്ക് തിരികെ കൊടുത്ത് സന്തോഷിപ്പിച്ചതായും നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വരാഹി ദേവിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ന്യായമായ പ്രാർത്ഥനകൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയാണ്. അല്ലാതെ മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കണം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിൽ കരുതിയല്ല നമ്മൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിയോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനോ കൊണ്ട് നിങ്ങൾ ഇത് പ്രാർത്ഥിക്കാതെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ചൊല്ലാം. സകല സൗഭാഗ്യങ്ങളും നേടിത്തരുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഒരു ചെറിയ മന്ത്രമാണെങ്കിൽ പോലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് 100 ഇരട്ടി വേഗതയിൽ നമ്മളുടെ അടുത്തേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അത്ഭുത മന്ത്രം ഏതാണ് എന്ന് കാണാം. വരദായിന്യേ നമ, വരദായിന്യേ നമ, വരദായിന്യേ നമ എന്നുള്ള മന്ത്രം മാത്രം, ഒറ്റ വരി മന്ത്രമാണ്. ഈ മന്ത്രം മാത്രം നമ്മൾ 108 പ്രാവശ്യം വരാഹി ദേവിയെ മനസ്സിൽ കരുതിക്കൊണ്ട് ജപിച്ചാൽ മതിയാകുന്നതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് വന്നു ചേരുവാനുള്ള സകല സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരും എന്നാണ് പറയുന്നത്. വരങ്ങൾ തന്ന് അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന വരദായിനിയായ സാക്ഷാൽ ശ്രീ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തും എന്നല്ലാതെ ഒരിക്കലും ചിലർ പേടിക്കുന്നത് പോലെ അപകടങ്ങളിലേക്ക് ചെന്നെത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയുവാൻ സാധിക്കും. പക്ഷേ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം. ഒരു തരി വിശ്വാസം പോലും നിങ്ങൾക്ക് വരാഹി ദേവിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുവാനോ വഴിപാടുകൾ ചെയ്യുവാനോ പൂജകൾ ചെയ്യുവാനോ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചുമെല്ലാം ഞാൻ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു മന്ത്രം, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലളിതാംബിക ദേവിയുടെ മന്ത്രം നിത്യവും ചൊല്ലാവുന്നതാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. ഇനി വരാഹി അമ്മയെ വഴിപാട് ചെയ്താൽ മാത്രമേ എനിക്കിത് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ എല്ലാ ദൈവങ്ങളും നമുക്ക് അനുഗ്രഹം തന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. പലരുടെയും ചോദ്യങ്ങൾ ആ രീതിയിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിച്ചു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിനുള്ളിൽ, രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് 108 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പീരിയഡ്സ് ആയിരിക്കുമ്പോഴോ നോൺ വെജ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ പുലവാലായ്മയുള്ള സമയത്തോ ഈ മന്ത്രം ചൊല്ലേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത പഞ്ചമി തിഥിയിൽ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാനും ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുവാനും കടം പ്രശ്നങ്ങളിൽ നിന്ന് പരിപൂർണമായും നമുക്ക് മോചനം നേടിക്കിട്ടുവാനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ നമ്മളെ ചതിച്ച് നടക്കുന്നവർ, അതായത് നമ്മളോട് പണം കടമായിട്ട് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നമ്മളെ അവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എല്ലാം മാത്രം നമുക്ക് ഇന്ന് ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാം. ഇനി അഥവാ ഒരു കാര്യവും മനസ്സിൽ കരുതാതെയാണ് വരദായിന്യേ നമഃ എന്നുള്ള ഈ മന്ത്രം ജപിക്കുന്നത് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ മറക്കാതെ കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് 108 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.